ഉറപ്പ് എന്തെങ്കിലും അല്ല, കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ള ക്ലെയിം. പാർട്ടിക്ക് അത് ഒരു അർഹതപ്പെട്ട സീറ്റ് എന്ന നിലയിൽ UDF കഴിഞ്ഞ പ്രാവശ്യവും സംയുക്ത കേരള കോൺഗ്രസ്സാണ് മത്സരിച്ചത്. കേരള കോൺഗ്രസ് UDF തുടരുന്നു. അപ്പോൾ അതുകൊണ്ട് കോട്ടയം സീറ്റ് നമുക്കുള്ളൊരു അവകാശപ്പെട്ടതാണ്, അല്ല അർഹതപ്പെട്ടതാണ് എന്നുള്ളത് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള സ്ഥാനാർത്ഥി വേണം, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം എല്ലാം പറഞ്ഞിട്ടുണ്ടോ? അല്ല, കോൺഗ്രസ് അതിൽ ഇന്നലെ ഈ ഞങ്ങൾ പറഞ്ഞ ഭാഗങ്ങൾ കേൾക്കുകയും അതിൻ്റെ ന്യായമായ വശങ്ങൾ അവർ ഉൾക്കൊള്ളുകയും ചെയ്തു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ആ നിലയിൽ വളരെ തൃപ്തികരമായിട്ടാണ് ചർച്ച നടന്നിട്ടുള്ളത്. മറ്റ് കണ്ടീഷൻസ് ഒന്നും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് കോൺഗ്രസിനും കേരള കോൺഗ്രസിനും എല്ലാവർക്കും പൊതു യോജിപ്പുള്ളതാണ്. കോട്ടയത്ത് ജയിക്കണം. കോട്ടയത്ത് ജയിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഞങ്ങൾക്കും അത് പ്രസ്റ്റേജാണ്. സ്ഥാനാർത്ഥി വരണം. അല്ല, ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ലേ തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് കണ്ടെത്താൻ പറ്റുള്ളൂ. ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. അപ്പോൾ അതിന് പാർട്ടി അതിലേക്ക് കടന്നിട്ടില്ല. ആ വിഷയങ്ങളിലേക്ക് ഇപ്പം പാർട്ടി കടന്നിട്ടില്ല. ഇപ്പോൾ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് തന്നെയാണല്ലോ പാർട്ടിയുടെ മുമ്പിലുള്ള ആദ്യത്തെ കാര്യം. അപ്പോൾ അത് കോൺഗ്രസുമായിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തി. ആ ചർച്ച തൃപ്തികരമായിരുന്നു. ഇനി അടുത്ത രണ്ടാം ഘട്ട ചർച്ച എന്നുള്ളത് തിങ്കളാഴ്ച മുസ്ലിം ലീഗുമായിട്ട് ചർച്ച UDF നേതൃത്വത്തിൻ്റെ ഉണ്ട്. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തീർച്ചയായിട്ടും കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച വീണ്ടും നടക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ മുൻ പ്രതിപക്ഷ നേതാവും UDF കൺവീനർ ഉൾപ്പെടെ എന്നുള്ള നേതാക്കൾ പങ്കെടുത്താണ് കേരള കോൺഗ്രസുമായി ചർച്ച നടത്തിയത്. KPCC പ്രസിഡന്റ് കൂടി പങ്കെടുക്കുന്ന വിധത്തിൽ അടുത്ത ചർച്ചകൾ തുടർന്നുണ്ടാവും. അതിൽ വെച്ച് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും. ഈ പലരും സീറ്റ് ആവശ്യപ്പെട്ടതിനോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ. ഒരു ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നു എന്ന് വരുമ്പോൾ പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സ്വാഭാവികമായും ആ സ്ഥാനങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കും. അവർക്കതിന് അർഹതയും അവകാശമുണ്ട്. അവർ ആ നിലയിൽ അവരുടെ ജോലി ചെയ്യുന്നു. അതിലേറ്റവും ജയസാധ്യതയുടെ അടിസ്ഥാനത്തിലും പൊതു സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിലും പാർട്ടി ലീഡർഷിപ്പ് അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ സമയത്ത് കണ്ടെത്തുക എന്നുള്ളതാണല്ലോ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത്. പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ലീഡർഷിപ്പ് അക്കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കും. ഇപ്പോൾ അതിലേക്ക് കടന്നിട്ടില്ല. നിലവിൽ വന്ന പേരുകളിൽ ഫ്രാൻസിസ് ജോർജിന് എന്തെങ്കിലും തരത്തിലുള്ള മുൻതൂക്കം? ഇപ്പോൾ ആർക്കും ഒരു മുൻതൂക്കവും ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും സമദൂര സിദ്ധാന്തമാണ് പാർട്ടി ലീഡർഷിപ്പ് എടുത്തിട്ടുള്ളത്. അത് വളരെ സത്യസന്ധമായിട്ട് എടുത്തിരുന്ന നിലപാടാണ്. ആർക്കും ഒരു മുൻതൂക്കമില്ല. ആരുടെയും പേര് പാർട്ടി പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ പാർട്ടി ഒന്നിലേക്കും കടന്നിട്ടില്ല. എല്ലാ പേരുകളും പാർട്ടിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിൽ ഏറ്റവും നമുക്ക് സ്വീകാര്യതയുള്ള, ജയസാധ്യതയുള്ള, അവതരിപ്പിക്കാവുന്ന കോട്ടയവുമായി ബന്ധപ്പെട്ട് ഏതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണല്ലോ പാർട്ടി പരിശോധിക്കേണ്ടത്. അത് ആ സമയത്ത് പരിശോധിക്കും. ഇപ്പം ഞങ്ങൾ അതിലേക്ക് കടന്നിട്ടില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് ലീഡർഷിപ്പുമായി സീറ്റ് സംബന്ധിച്ച് ധാരണയുണ്ടായി. കേരള കോൺഗ്രസിനാണ് കോട്ടയം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാതെ കോട്ടയം സീറ്റിലേക്ക് ഞങ്ങൾ കടന്ന് ചർച്ച ചെയ്യുന്നതിൽ എന്തർത്ഥമായിരിക്കും? അപ്പോൾ അതിപ്പോൾ അർത്ഥശൂന്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ആവശ്യവുമില്ല. ഇപ്പം അതിലേക്ക് കടക്കേണ്ട. ഇപ്പം സീറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അത് ചർച്ച ധാരണയായതിനു ശേഷം പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അതിലേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ